നമസ്കാരം. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നാടകീയ രംഗങ്ങൾ. മന്ത്രി വീണ ജോർജിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിന് പിന്നാലെ കടുത്ത മുന്നറിയിപ്പുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നു. ആ കളി അങ്ങ് അവസാനിപ്പിച്ചേക്കണമെന്നാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ രോഗിയുടെ വയറ്റിൽ ഉപകരണം കുടുങ്ങിയ സംഭവമാണ് പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയത്. ഇന്ന് രാവിലെ 8 മണിയോടെ തിരുവനന്തപുരത്തെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇരച്ചുകയറി. പോലീസിനെ നോക്കുകുത്തിയാക്കി വീടിന്റെ വാതിലിൽ പ്രതിഷേധ സൂചകമായി റീത്ത് വെച്ചു. മന്ത്രിയുടെ വസതിക്ക് മുന്നിലുണ്ടായ വലിയ സുരക്ഷാ വീഴ്ചയും ഡിവൈഎഫ്ഐ വിമർശിക്കുന്നുണ്ട്. മന്ത്രിയെയും കുടുംബത്തെയും അപായപ്പെടുത്തുവാൻ ശ്രമിച്ചാൽ നോക്കി നിൽക്കില്ലെന്നാണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്. യൂത്ത് കോൺഗ്രസ് ഗുണ്ടായിസം അവസാനിപ്പിച്ചില്ലെങ്കിൽ തെരുവിൽ നേരിടുമെന്നും വി വസീഫ് മുന്നറിയിപ്പ് നൽകി. 8 മണിയോടെയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. പോലീസിനെ വെട്ടിച്ച് വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയുടെ വാതിലിൽ വരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയായിരുന്നു. തന്റെ വീടിന് നേരെ നടന്നത് വെറും ഒരു പ്രതിഷേധമല്ല, മറിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആസൂത്രിത ആക്രമണമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കോൺഗ്രസിന്റെ ഹീനമായ നീക്കമാണിതെന്ന് മന്ത്രി ആരോപിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ഉയർത്തിക്കാട്ടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം. എന്നാൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ക്രിമിനൽ സംഘങ്ങളെ പോലെയാണ് പ്രതിപക്ഷം പെരുമാറുന്നതെന്ന് മന്ത്രി തുറന്നടിച്ചു. മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രതിപക്ഷ നേതാവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ ആക്രമണം നടന്നത്. ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെ മറച്ചുപിടിക്കാൻ കോൺഗ്രസ് പുകമറ സൃഷ്ടിക്കുകയാണ്. ചികിത്സാ പിഴവുകളിൽ സർക്കാർ ഉത്തരവാദിത്തത്തോടെയാണ് ഇടപെടുന്നത്. ആരെയും സംരക്ഷിക്കില്ല. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? വിഷയത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ചികിത്സാ പിഴവിൽ കുറ്റക്കാർ ആരായാലും സർക്കാർ ഉത്തരവാദിത്തത്തോടെ നടപടി കൈക്കൊള്ളും. ആരെയും സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല. പിഴവില്ലാത്ത നടപടിയാണ് ആവശ്യം. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. പൊതുജനാരോഗ്യ രംഗം തകർച്ചയിലാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണിത്. ആരോഗ്യ മേഖലയിലെ കുത്തകകളെ സഹായിക്കുന്ന നിലപാടാണ് വി.ഡി. സതീശന്റേത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്നെ ഈ പ്രവൃത്തിയെ പറയാനുള്ളൂ. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾ റീത്തുവെക്കും. UDF സർക്കാർ തകർത്ത ആരോഗ്യ മേഖലയിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത് ഇടതുപക്ഷമാണ് എന്ന് വീണ ജോർജ് പറയുന്നു. ആരോഗ്യമന്ത്രിയുടെ വീടിന്റെ വാതിലിൽ റീത്ത് വെച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവൃത്തി അത്യന്ത ഗൗരവവും ഗുരുതരവുമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അഭിപ്രായപ്പെട്ടു. ഇത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിഞ്ഞുകൊണ്ട് നടത്തിയ സമരമാണ്. ജനാധിപത്യ വിരുദ്ധമായ സമര മാർഗം സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രിയെ ഒറ്റപ്പെടുത്താനും വിരട്ടാനും നോക്കേണ്ട. അങ്ങനെ പിന്നോട്ട് പോകുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മന്ത്രിമാരെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരോഗ്യ രംഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, കേന്ദ്ര സർക്കാർ പോലും അംഗീകരിക്കുന്ന നിലയിൽ കേരളത്തിൽ സാമാന്യം മെച്ചപ്പെട്ട നിലയിലാണ് ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെയെല്ലാം തേച്ചുമാച്ച് കളഞ്ഞുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കുവാനുള്ള ശ്രമമാണ് സമരങ്ങളുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. അവർ ഈ ശ്രമം ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്, വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. മന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരവും കേസെടുക്കും. പൊതുമുതൽ നശിപ്പിച്ചതിലുള്ള വകുപ്പ് ചുമത്തുവാനും നിർദ്ദേശമുണ്ട്. പ്രതിഷേധത്തെക്കുറിച്ച് പോലീസ് അറിഞ്ഞത് രാവിലെ മാത്രമാണ്. ഇത് ഗുരുതര സുരക്ഷാ വീഴ്ച കൂടിയാണ്. മന്ത്രിയുടെ വസതിക്ക് പ്രത്യേക കാവൽ പോലീസ് ഏർപ്പെടുത്തിയിരുന്നില്ല. പ്രവർത്തകർ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ഗേറ്റിൽ കരിങ്കൊടി തൂക്കുകയും ചെയ്തു. കൂകി വിളിച്ചുമൊക്കെയായിരുന്നു പ്രതിഷേധം. അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിനിടെ പോലീസുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെ പ്രവർത്തകർ വീട്ടിലേക്ക് വീണ്ടും അതിക്രമിച്ചു കയറുവാനും ശ്രമിച്ചു. ഇതോടെ പോലീസ് ബലം പ്രയോഗിച്ചു. ഇതിനിടെ പ്രവർത്തകർ വീട്ടിലേക്ക് ചീമുട്ടയെറിഞ്ഞു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കയറ്റി. ഈ സമയം പ്രവർത്തകർ പോലീസ് വാഹനത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. തൈക്കാട് വഴുതക്കാട് റോഡ് പ്രവർത്തകർ ഉപരോധിക്കുകയും ചെയ്തു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം കടുപ്പിക്കുമെന്നും ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ ഉപകരണങ്ങൾ കുടുങ്ങുമെന്ന് സ്ഥിരം സംഭവമായി മാറിയെന്നും യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ നേമം ഷജീർ പറഞ്ഞു. ഗുരുതരമായിട്ടുള്ള നിരവധി ചികിത്സാ പിഴവുകൾ ഉണ്ടായിട്ടും വലിയ കേമത്തം ചമഞ്ഞ ആരോഗ്യമന്ത്രി ഇവിടെ ഇരിക്കേണ്ടതില്ല. ഉത്തരവാദിത്തം ഏറ്റെടുത്തവർ രാജിവെക്കണം. അഹങ്കാരവും ധിക്കാരവുമാണ് അവർ കാണിക്കുന്നത്. ഇത് കാലന്റെ ആരോഗ്യ വകുപ്പായി മാറിക്കഴിഞ്ഞു. ഇനി എന്ത് മറുപടിയാണ് മന്ത്രിക്ക് പറയാനുള്ളതെന്നും നേമം ഷജീർ ചോദിച്ചു. ആശുപത്രികൾ ആളിക്കൊല്ലുന്ന സ്ഥാപനമായി മാറുമ്പോൾ മന്ത്രിയുടെ വസതി മരണവീടായി മാറിയെന്നും അതിനാലാണ് റീത്ത് വച്ചതെന്നും നേമം ഷജീർ പറയുന്നു. ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയപ്പോൾ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഒരു പേപ്പർ മേടിക്കുവാൻ പോലും ഗതിയില്ലാത്ത വകുപ്പായി ആരോഗ്യ വകുപ്പ് മാറിയെന്നാണ് ഹാരിസ് ചെറിക്കൽ പറയുന്നത്. യൂത്ത് കോൺഗ്രസ് സമരം ഇനിയും ഉണ്ടാകുമെന്നും നേമം ഷജീർ പറഞ്ഞു. രോഗിയുടെ വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ഗൈനക്കോളജി വകുപ്പ് മേധാവിയായ ഡോക്ടർ ലളിതാംബികയെ മാത്രം പ്രതി ചേർത്തുകൊണ്ടാണ് നിലവിൽ കേസെടുത്തത്. മനുഷ്യജീവനും വ്യക്തി സുരക്ഷിതത്വത്തിനും ഭീഷണിയാകുന്ന രീതിയിൽ ഉദാസീനതയോടെ ശസ്ത്രക്രിയ ചെയ്തു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. നിരുത്തരവാദിത്തപരമായി വയറ്റിൽ കത്രിക ഉപേക്ഷിച്ചെന്നും എഫ്ഐആറിലുണ്ട്.
ഭാരതീയ ന്യായ സംഹിതയിലെ 125, 125A എന്നീ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്. താനല്ല ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് ഡോക്ടർ ലളിതാംബിക കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഡോക്ടർ ഷാഹിദിയാണ് ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ നടത്തിയതെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ഡോക്ടർ ഷാഹിദിയെ പ്രതി ചേർത്തിട്ടില്ല. ഡോക്ടർ ലളിതാംബിക കഴിഞ്ഞ ദിവസം നടത്തിയ ചില പ്രതികരണങ്ങൾ വലിയ വിവാദമായി. ശസ്ത്രക്രിയ ഉപകരണം 5 അല്ല 50 വർഷം വയറ്റിലിരുന്നാലും ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നായിരുന്നു ലളിതാംബിക പറഞ്ഞത്. ലളിതാംബിക വിഷയത്തെ ഈ രീതിയിൽ നിസാരവൽക്കരിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അടക്കം വ്യാപക വിമർശനത്തിന് ഇടയാക്കുകയായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ചികിത്സാ പിഴവുകളിൽ ആരോഗ്യമന്ത്രി തേടിയത് ഒരു ലോഡ് റിപ്പോർട്ടുകളാണ്. 43 തവണ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയെന്നാണ് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടി. ചികിത്സാ പിഴവ് പരാതികൾ കുമിഞ്ഞുകൂടുമ്പോഴും ലഭിച്ച ആകെ പരാതികളുടെ കണക്കും സ്വീകരിച്ച നടപടികളും ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് സമ്മതിക്കുന്നു. തുടർ ചികിത്സയിലും സഹായധനത്തിലും കണക്കില്ല. ആരോഗ്യമന്ത്രിയുടെ പ്രധാന ജോലി റിപ്പോർട്ട് തേടൽ മാത്രമെന്നാണ് പ്രതിപക്ഷ വിമർശനം. എന്ത് പരാതി ഉയർന്നാലും വീണ ജോർജിന്റെ ആദ്യ നടപടി റിപ്പോർട്ട് ആവശ്യപ്പെടൽ. ഒരു സംഭവമുണ്ടായാൽ സ്വീകരിക്കുന്ന ആദ്യ നടപടിയാണെങ്കിലും റിപ്പോർട്ട് തേടലിനപ്പുറം സിസ്റ്റം നന്നാക്കാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ആക്ഷേപം. ചികിത്സാ പിഴവ് പരാതികളെ മാത്രം കണക്ക് പരിശോധിച്ചാൽ 2021 ജൂൺ 1, 2025 നവംബർ 30 വരെ വീണ ജോർജ് റിപ്പോർട്ട് തേടിയത് 43 തവണ. ഇക്കാലയളവിൽ DHSൽ ലഭിച്ചത് 19 ചികിത്സാ പിഴവ് പരാതികൾ, റിപ്പോർട്ട് കിട്ടിയത് 10 എണ്ണത്തിൽ മാത്രമാണ്. ഇനി മെഡിക്കൽ കോളേജിലെ കണക്ക്. 4.5 വർഷത്തിനിടെ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് പരാതികളിൽ DMAയിൽ കിട്ടിയത് 25 പ്രധാന പരാതികൾ. 24 പരാതികളിൽ റിപ്പോർട്ട് തേടി. 23 റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. 37 ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടിയെടുത്തുവെന്നാണ് DHSന്റെ കണക്ക്. 4 ഡോക്ടർമാർക്കെതിരെ 3 സ്റ്റാഫ് നഴ്സുമാർക്കെതിരെ നടപടിയെടുത്താണ് DME നൽകിയ മറുപടി. കോഴിക്കോട് ഹർഷീന കേസിൽ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയെന്നും പാലക്കാട് വിനോദിനിക്ക് കൈ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തതും നടപടിയായി മറുപടിയിലുണ്ട്. ചികിത്സാ പിഴവ് പരാതികളിൽ എത്ര പേർക്ക് തുടർ ചികിത്സയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചുവെന്നതിനുള്ള കണക്ക് ആരോഗ്യവകുപ്പിനില്ല. എത്ര പേർക്ക് സഹായധനം നൽകിയെന്നും കണക്കില്ല. പരാതികളുടെ എണ്ണമോ അതിൽ സ്വീകരിച്ച നടപടികളുടെ വിവരമോ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് വിവരാവകാശ രേഖയിൽ സമ്മതിക്കുന്നത്. ഈ കാലയളവിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ ഹൃദ്രോഗിയും SITയിൽ അണുബാധയെ തുടർന്ന് യുവതിയും മരിച്ചത്. ജനറൽ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല. വിളപ്പിൻ ശാലയിൽ ബിസ്മീർ മരിച്ചതും, നെടുമങ്ങാട് സിസേറിയന് പിന്നാലെ കുഞ്ഞു മരിച്ചതും, വയനാട് പ്രസവം കഴിഞ്ഞ യുവതിയുടെ വയറ്റിൽ പഞ്ഞി മറന്നു വെച്ചതുമൊക്കെ അടുത്തിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ റിപ്പോർട്ടുകളെയും കണക്കുമെടുത്താൽ ആരോഗ്യമന്ത്രിക്ക് ഹാഫ് സെഞ്ചുറി ഉറപ്പാണ്.